വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ വീണ്ടും കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കേട്ടോ പഠിക്കാൻ പോണത്. PVQ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, സപ്തർഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തർഷി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. 2023-24 യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് സപ്തർഷി. സപ്തം എന്ന് പറയുമ്പോൾ 7 അല്ലേ? 7 അതായത് ഓരോരോ വിഭാഗങ്ങൾക്കാണ് അന്ന് 2023-24 ബഡ്ജറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 7 വിഭാഗങ്ങളെ സപ്തർഷി എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, ഫോബ്സ് മാസിക ഓരോ വർഷവും എന്താണ് അവരുടെ ഓരോരോ പട്ടികകൾ പുറത്തിറക്കാറുണ്ട്. അപ്പോ മികച്ച ബാങ്കുകളുടെ പട്ടിക പുറത്തിറക്കിയതിൽ 2024 മികച്ച ബാങ്കുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക് കേട്ടോ. അപ്പൊ 2024 മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഫോബ്സ് മാസിക പ്രസിദ്ധീകരിച്ച മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി മധ്യപ്രദേശിലെ സാഞ്ചി. ഏതാണ്? മധ്യപ്രദേശിലെ സാഞ്ചിയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ആര് വിജയിച്ചു അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പിന്റെ പേര് ഉത്സവം. എന്താണ് ആപ്പിന്റെ പേര്? ഉത്സവം. ഇനി അടുത്തത് ഈ ഒരു പദ്ധതിയുടെ പേരാണ് കേട്ടോ കെയർ. നോക്കൂ, പദ്ധതി കെയർ എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് കെയർ എന്നാണ് നമ്മൾ പറയാൻ പോണത്. അതായത് ഇപ്പൊ നമുക്കറിയാം പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരികയാണ്, അപൂർവമായിട്ടുള്ള രോഗം, നമ്മൾ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ. അപ്പൊ അത്തരം അപൂർവ രോഗങ്ങൾ നമ്മൾ തുടക്കത്തിലേ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ എടുക്കുക, പ്ലസ് ചികിത്സ കൊടുക്കുക. ഇതിനു വേണ്ടി കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെയർ. അപ്പൊ അപൂർവീനം രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, അതിന് ചികിത്സ കൊടുക്കണം, പ്രതിരോധത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഉൾപ്പെടുന്ന പ്രോജക്റ്റ് ആണ് കെയർ കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കൂ, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ പരാതി ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കോളേജ് വിദ്യാർത്ഥികളിലെ പരാതി പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിച്ച യൂണിവേഴ്സിറ്റിയാണ് APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി. ഓംബുഡ്സ്മാനെ നിയമിച്ചു കേട്ടോ, അതാണ് APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അതനുസരിച്ച് കേരളത്തിൽ ഇപ്പോ നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന, ചേച്ചിമാർക്ക് കൊടുക്കുന്ന വേതനം 346 രൂപ ഒരു ദിവസം. നെക്സ്റ്റ് വൺ, 2023 180ാം ജന്മവാർഷികം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഇതിനു മുമ്പുള്ള കറണ്ട് അഫയേഴ്സിലും 75ാമത്തെ 100ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോ 2023 180ാം ജന്മവാർഷികം ആഘോഷിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് വൺ, 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ജെന്നി എർപ്പൻബർഗ്. ജെന്നി എർപ്പൻബർഗ് ആണ് കേട്ടോ. ഇനി ഇവര് ജർമ്മനിക്കാരിയാണ്. കൈറോസ് എന്നാണ് കൃതി. ജെന്നി എർപ്പൻബർഗ് ആണ്, ജർമ്മനാണ്. കൈറോസ് ആണ് കൃതിയുടെ പേര് കൈറോസ്. ശ്രദ്ധിക്കണം. സ്കൂളില് ഇനി മൊബൈലേ വേണ്ട, സ്കൂളിലെ മൊബൈൽ നിരോധിക്കുന്നത് നമ്മളെല്ലാവരും പറയണതാ, അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയണതാ, കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല. അപ്പൊ സ്കൂളിൽ മൊബൈൽ നിരോധിക്കണം എന്ന് ഒരു അന്താരാഷ്ട്ര സംഘടന പറഞ്ഞു. ഏതാ അന്താരാഷ്ട്ര സംഘടന? യുനെസ്കോ. അപ്പൊ യുനെസ്കോയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കൂളുകളില് കുട്ടികൾക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമം കൊണ്ടുവരണം. ഇനി ഏതായാലും യുനെസ്കോനെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നും കൂടി ഞാൻ പറയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ, അതായത് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വേൾഡിലെ തന്നെ ആദ്യ യൂണിവേഴ്സിറ്റി ഇപ്പോഴും പ്രവർത്തനം തുടരുന്ന, നമ്മൾ പറയില്ലേ ഇപ്പോഴും എന്താ പറയാ, ദീപിക പത്രം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്ന പത്രം എന്ന് പറയുന്ന പോലെ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡിലെ തന്നെ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുകയുണ്ടായി. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. എവിടെയാ സ്ഥലം? വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. അടുത്ത നോക്കൂ, കേരളത്തിൽ നിന്നും, ഇത് പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ, ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ താരമാണ്. അതായത് വനിതാ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ വനിതാ താരം നിർത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. താരമാണ് ആര്? മിന്നുമണി. ആരാണ്? മിന്നുമണി കേട്ടോ. ഇനി അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം. ഇപ്പൊ അന്താരാഷ്ട്ര ഇതുവരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടായില്ലേ. ഇപ്പൊ ഒരു ഫുട്ബോൾ ദിനം എന്ന് പറഞ്ഞാൽ പുതിയൊരു ദിനം കൊണ്ടുവരികയാണ്, അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം. അപ്പൊ എന്താ അതിനർത്ഥം? 2024 തൊട്ടാണ് UN അന്താരാഷ്ട്ര ഫുട്ബോൾ ദിനം എന്ന് പറയുന്ന ഒരു ദിനം പുതിയതായിട്ട് കൊണ്ടുവന്നത്. ആ ദിനമാണ് മെയ് 25. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയ് 25. അടുത്തത് 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം. ഓരോ ദിനങ്ങളുടെ പ്രമേയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ, ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. അതാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നത്തെ 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് വേദി. അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് വേദി. ഇപ്പൊ ഈ ഫിഷറീസ് കോൺഗ്രസിന്റെ ഒക്കെ വേദി എന്തിനാണാവോ ചോദിക്കണേ അല്ലെങ്കിൽ പറയണേന്ന് ചോദിച്ചാൽ കാരണം ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് ആണ് അതിന്റെ വേദി. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? നമ്മുടെ നാട്ടിലല്ലേ നടക്കണേ. അപ്പൊ 2024 അന്താരാഷ്ട്ര ഫിഷറീസ് കോൺഗ്രസ് വേദി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് അഥവാ കുഫോസിലാണ്. ഇനി അടുത്തത് ശൈശവ വിവാഹം തടയാം എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള പദ്ധതിയുടെ പേര് പൊൻവാക്ക്. എന്താണ്? പൊൻവാക്ക് കേട്ടോ. അടുത്ത 2023 ഫ്രാൻസിലെ ബാസ്റ്റിൻ ദിന പരേഡിലെ മുഖ്യ അതിഥി. 2023 ഫ്രാൻസിലെ ബാസ്റ്റിൻ ദിന പരേഡിലെ മുഖ്യ അതിഥി, ഫ്രഞ്ച് വിപ്ലവമായി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണയ്ക്ക് അവര് എന്താ പറയാ നടത്തുന്ന ഒരു ദിനമാണ് ബാസ്റ്റിൻ ദിനം. അതിന്റെ മുഖ്യ അതിഥി നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റ് ഒരു അമെന്റ്മെന്റ് പാസ്സാക്കുകയുണ്ടായി. 106-ാം അമെന്റ്മെന്റ് കേട്ടോ. ആ നിയമത്തിന്റെ ഭേദഗതി നിയമത്തിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നാരി ശക്തി വന്ദൻ അധിനിയം. എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഇപ്പൊ ലോക്സഭ പ്ലസ് സംസ്ഥാന നിയമസഭ അതായത് 1/3 സീറ്റുകൾ ആർക്ക്? സ്ത്രീകൾക്ക്. അങ്ങനെ പാർലമെന്റ് നിയമം പാസ്സാക്കി, അമെന്റ്മെന്റ് പാസ്സാക്കി. അമെന്റ്മെന്റ് 106. ആ അമെന്റ്മെന്റിന് പ്രാധാന്യമുണ്ട്. ആ നിയമത്തിന്റെ പേര് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് കേട്ടോ. ഇനി നോക്കൂ, വേൾഡിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ പ്രൊഡക്ഷൻ എവിടെയാണെന്ന്. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് കേട്ടോ. സ്റ്റീൽ പ്രൊഡക്ഷൻ ചൈനയിലാണ്. 2ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം 1ാം സ്ഥാനത്തേക്കാൾ കേട്ടോ, നമ്മൾക്ക് ആയതുകൊണ്ട്. 2024 ഓസ്കാർ അവാർഡിന് ഇന്ത്യയിൽ നിന്നൊരു ഔദ്യോഗിക എൻട്രി ഉണ്ടായിരുന്നു. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2018 സിനിമ 2018. ഇനി 6ാമത്തെ ലോക ദുരന്ത നിവാരണ ഉച്ചകോടി. 6ാമത്തെ. അപ്പൊ ഈ ദുരന്തങ്ങളും ഒക്കെ ദിവസം പുതിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ടിവിയിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഉച്ചകോടിക്ക് പ്രാധാന്യമുണ്ട്. 6ാമത്തെ ലോക ദുരന്ത നിവാരണ ഉച്ചകോടി നടന്ന ഡെറാഡൂൺ എവിടെയാണ്? ഉത്തർപ്രദേശിൽ. അതിന്റെ അംബാസഡർ അമിതാഭ് ബച്ചൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് വൺ, 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം. 2023 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ട്. അപ്പൊ ആ പഞ്ചായത്ത് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോ ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം കേരളത്തിന് കിട്ടി. കേരളത്തിലെ ചെറുതന പഞ്ചായത്താണ്. അത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ചെറുതന എന്ന് പറയുന്ന പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി AICT ഏതാണ്? ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൗ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ. 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ. അതിന്റെ പേരാണ് ദ്വാരക എക്സ്പ്രസ് വേ. എന്താണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഇതിനൊരു മലയാളം പേര്, വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. വേറൊരു പേരും കൂടി ഉണ്ട്, നോർത്തേൺ പെരിഫറൽ റോഡ്. എന്താണ്? നോർത്തേൺ പെരിഫറൽ റോഡ് കേട്ടോ. അപ്പൊ ദ്വാരക എക്സ്പ്രസ് വേ എന്നോ അല്ലെങ്കിൽ നോർത്തേൺ പെരിഫറൽ റോഡ് എന്നറിയപ്പെടുന്നത് 8 വരി എലിവേറ്റഡ് ഹൈവേ ആണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ, എക്സ്പ്രസ് ഹൈവേ. ഇനി അഗ്നിരക്ഷ. എന്താ അഗ്നിരക്ഷ എന്ന് പറഞ്ഞ പദ്ധതി? അതായത് പൊള്ളലേൽക്കണ
കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പരിചരിക്കുക, അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് അഗ്നിരക്ഷ കേട്ടോ. അടുത്ത നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് 2023 നേടിയ കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ ദേശീയ തലത്തിലുള്ള ഹെൽത്ത് കെയർ അവാർഡ് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കിട്ടി. ആർക്കാ കിട്ടിയേ? 2023 കേരളത്തിന് ഒരു പദ്ധതിക്കാണ് കിട്ടിയത്. കേരള ഗവൺമെന്റ് ഒരു പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട് മുന്നോട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്നിട്ട് അത് കേട്ടു നോക്കുക, വായിച്ചു നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു പ്രാവശ്യം കേൾക്കാനേ പറ്റുള്ളൂ, ഒരു പ്രാവശ്യം കേൾക്കുക, എന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച വേൾഡിലെ ആദ്യത്തെ എയർപോർട്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച വേൾഡിലെ ആദ്യത്തെ എയർപോർട്ടാണ് സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ. അടുത്ത ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് സിഇഒ. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് സിഇഒ പോളണ്ടുകാരനെയാണ് അത് നിർമ്മിച്ചത്. മിഖ എന്നാണ് പേര്. അവരുടെ കമ്പനിക്ക് മിഖ സിഇഒ, അവരുടെ കമ്പനിയുടെ സിഇഒ ആയിട്ട് ആ മിഖ റോബോട്ടിനെ നിയമിക്കുക കൂടെ ചെയ്തു. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. നെക്സ്റ്റ് 2023 ചൈനയിലും ഫിലിപ്പൈൻസിലൊക്കെ ഭയങ്കര നാശം വിതച്ച ഒരു ചുഴലിക്കാറ്റിന്റെ പേരായിരുന്നു ഡോക്സ്യൂരി. പലപ്പോഴും ചുഴലിക്കാറ്റിനേക്കാൾ കൂടുതൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചുഴലിക്കാറ്റിന്റെ പേര് ഡോക്സ്യൂരിയാണ്. അതിന് പേര് നൽകിയത് ദക്ഷിണ കൊറിയക്കാരാണ്. ആരാണ്? ദക്ഷിണ കൊറിയക്കാരാണ്. അതുപോലെ തന്നെ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം 29 രൂപയ്ക്ക് നമ്മൾ ഭാരത് റൈസ് എന്ന് പറഞ്ഞ ഒരു അരി കൊടുക്കുന്നുണ്ടായി. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ആദ്യം കൊടുത്ത കേരളത്തിലെ ജില്ല തൃശ്ശൂർ ജില്ല. ആദ്യം കൊടുത്ത കേരളത്തിലെ ജില്ല തൃശ്ശൂർ ജില്ല. പേരറിയില്ലെന്ന് ഓർത്ത് വെച്ചോളൂ, ഭാരത് റൈസ് എന്നാണ് അരിയുടെ പേര് കേട്ടോ. ഇനി അടുത്ത് 2027 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വേദി ബ്രസീൽ. 2027 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദി ഏതാണ്? ബ്രസീൽ. നെക്സ്റ്റ് 2024 109ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി. വളരെ പ്രധാനമാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2024 109ാമത്തെ. ചിലപ്പോൾ നമ്പർ ഇട്ടിട്ടാ ചോദിക്കുക, ജയിൽപ്പുള്ളികളുടെ പോലെയാ നമ്പർ ഇടും നമുക്ക്, എന്നിട്ട് ഓരോ വേദികൾക്ക് നമ്പർ. അതാണ് നമ്മൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു സംഭവം അല്ലേ. അപ്പോൾ നമ്പർ വർഷം ചോദിക്കാൻ കുറച്ചും കൂടി നമുക്ക് എളുപ്പമല്ലേ. പക്ഷെ എന്താ ചെയ്യുക, ജോലി കിട്ടണ്ടേ, ഇപ്പോൾ പഠിക്കുക തന്നെ. അപ്പൊ നമ്മൾ 2024 109ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി പഗ്വാര. ഇവിടുത്തെ സ്ഥലം അറിയോ? പഞ്ചാബില്. ഒരു യൂണിവേഴ്സിറ്റിയിലായിരുന്നു, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. ബഗ്വാരയിലുള്ള ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലാട്ടോ ഈ ഒരു കോൺഗ്രസ് നടന്നത്. അടുത്ത ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം. ജപ്പാൻ ആദ്യമായിട്ടൊരു ചന്ദ്രോപരിതല ദൗത്യം സ്ലിം, അതായത് ചന്ദ്രന്റെ ഉപരിതലം വരെ എത്തണ്ടേ, വളരെ സ്ലിം ആയിട്ടുള്ള ഒരു ദൗത്യമാണ് അവര് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേരെന്ത്? കേരള ബാങ്കിന്റെ പരസ്യ ചിത്രത്തിന്റെ പേരാണ് കരുതൽ. എന്താണ് പരസ്യ ചിത്രം? കരുതൽ. നെക്സ്റ്റ് 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത്, അതായത് COP30 വേദി എവിടെയാണ്? ബ്രസീൽ. COP30 വേദി ബ്രസീൽ. അപ്പൊ ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. വളരെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക, മുന്നോട്ട് പോവുക. ഓരോ ടോപ്പിക്കുകളും, അതായത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രം അതിനെ മാത്രം മുൻതൂക്കം കൊടുത്ത് പഠിക്കരുത്. അതിന് 20 മാർക്ക് തിരിച്ച് അത് മാത്രം പഠിച്ചാൽ മതിയോ? നമുക്ക് അത് മാത്രം പഠിച്ചാൽ പോരല്ലോ. പക്ഷെ പല കുട്ടികൾക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. കാരണം അവർ എനിക്ക് മെസ്സേജ് ഇട്ട് ധാരാളം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉറപ്പായിട്ട് കിട്ടും. ഒരു 1.5 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചാൽ മതി. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? കേരളം. അപ്പം നമ്മളിപ്പോൾ കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു തീർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിലേക്ക് കിടക്കും, അങ്ങനെ ഓരോന്നും. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമുക്ക് സയൻസും മാത്സും ഒക്കെ നമുക്ക് വേഗം പഠിച്ചു തീർക്കാം കേട്ടോ. അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക, കിട്ടുന്ന ക്ലാസ്സുകൾ ഭംഗിയായിട്ട് പഠിക്കുക. ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റു ഏതൊക്കെ വഴിക്കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പഠിക്കുക. അങ്ങനെ നമ്മൾ നേടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്ന് ലൈക്ക് ചെയ്ത് തരണം. എന്നാലല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിൽ എത്തണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ബട്ടനാണ് ക്ലിക്ക് ചെയ്യണം.
ചെയ്യേണ്ടത് എന്താണപ്പോൾ എന്നും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.